ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് വെച്ചാൽ എല്ലാവർക്കും എക്സസൈസൊക്കെ ചെയ്യാതെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് എങ്ങനെ പെട്ടെന്ന് തടി കുറക്കാമെന്നുള്ളൊരു റെമഡി ആയിട്ടായിരിക്കുമല്ലോ എല്ലാവരും തപ്പി നടക്കുന്നത്. അപ്പോൾ എനിക്ക് 100% റിസൾട്ട് കിട്ടിയ കുറേ ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, പക്ഷേ ഞാൻ പറയാം, ഞാൻ ഒരു അല്പം ലെങ്ത് ഉണ്ടോയെന്ന് അറിയില്ല വീഡിയോ, കാരണം വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമല്ലോ. അല്ലാതെ ഞാൻ ഈ റെസിപ്പി മാത്രം കാണിച്ചിട്ട് വെറുതെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചായയൊക്കെ വെക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ, ഏത് പാത്രം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ കുഴപ്പമില്ല, അതിലേക്ക് 3 ടീസ്പൂണോളം നല്ല ജീരകം, പ്രത്യേകം ശ്രദ്ധിക്കുക, പെരുംജീരകമല്ല, കരിഞ്ജീരകമല്ല, നല്ല ജീരകം, സാധാരണ ജീരകം എന്നും പറയും. അതിലേക്ക് 6 ഗ്ലാസ് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ആ ഒരളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, വലിയ ഗ്ലാസ് വേണ്ട. അപ്പോൾ എൻ്റെ ഇത് കുറച്ച് വലുതാണ്, ഞാൻ 3/4 ഭാഗമാണ് ഓരോ ഗ്ലാസ്സും ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 6 ഗ്ലാസ് വെള്ളം, നമുക്കൊരു വയറ്റിൽ കൊള്ളുന്ന രീതിയിലുള്ള വെള്ളം. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക. എന്ന് വെച്ചാൽ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും, അല്ലെങ്കിൽ അടുപ്പിലാണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും തോന്നുന്നു, അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ നേർ പകുതിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇത് നിങ്ങൾ രാവിലെ തിളപ്പിച്ച് വെക്കാം, അല്ലെങ്കിൽ തലേ ദിവസം രാത്രി തിളപ്പിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ രാവിലെയാണ് തിളപ്പിക്കുന്നത്. എന്നിട്ട് നേർ പകുതിയാക്കി കൊണ്ടുവരിക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ കുറച്ചൊന്ന് തീ കുറച്ച് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നേർ പകുതിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് എനിക്ക് വേണ്ട ഈ ഒരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ്സേ ഞാൻ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഇനി ഒരു 2 ഗ്ലാസ്സും കൂടെ എനിക്ക് ബാലൻസ് ഉണ്ടാകും. അതായത് നമ്മൾ 6 ഗ്ലാസ് നേർ പകുതിയാക്കിയിട്ട് 3 ഗ്ലാസ് ആക്കിയില്ലേ, അതിൽ ഒരു പ്രാവശ്യം കുടിക്കേണ്ടത്, ഈ ഒരു ടൈം കുടിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്തു, അരിച്ചെടുത്തിട്ടുണ്ട്. ബാലൻസ് അതേപോലെ തന്നെ അരിക്കാതെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും ചെറു ചൂടോടുകൂടെ കുടിക്കുക. എന്ന് വെച്ചിട്ട് ഭയങ്കര തിളച്ചതെടുത്ത് കുടിക്കാൻ പാടില്ല, അതും മോശമാണ്. അപ്പോൾ നമുക്ക് കൈകുത്താനൊക്കെ നമുക്ക് തൊണ്ടയ്ക്ക് പറ്റുന്ന ഒരു പാകം ഉണ്ടല്ലോ, ആ പാകത്തിൽ വേണം നമ്മളിത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് എങ്ങനെ കുടിക്കണം എന്ന് വെച്ചാൽ, എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിലും അതുപോലെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേയും രാത്രിയും, അതുപോലെ തന്നെ നിങ്ങൾ ഒരു 8 മണിക്കാണ് ഫുഡ് കഴിക്കുന്നത്, ഒരു 7:30 അങ്ങനെ ആകുമ്പോൾ കുടിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒന്നാമത് നമ്മൾ ഫുഡിൻ്റെ അളവ് കുറഞ്ഞു കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ ഡൈജഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായതുകൊണ്ട് ഒരല്പം അമിതമായിട്ട് ഫുഡ് കഴിക്കാതെ ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കുക. പിന്നെ വീട്ടു ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വേറെ എക്സസൈസ് ഒന്നും വേണ്ട, അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നടക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി എൻ്റെ ബാലൻസ് ഞാൻ അതുപോലെ തന്നെ അവിടെ മൂടി വെച്ചിട്ട് നമ്മളിനി ഉച്ചക്ക് കുടിക്കില്ലേ, ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഒരല്പം ചൂടാക്കും. കുടിക്കേണ്ട പാകത്തിൽ മാത്രം ചൂടാക്കും, തിളപ്പിക്കില്ല. ആ പാകത്തിൽ ചൂടാക്കിയിട്ട് ഒന്നും കൂടി അരിച്ചെടുത്തിട്ട് ആ ഉച്ചക്കത്തേക്ക് മാത്രം അരിച്ചെടുക്കും. എന്നിട്ട് വീണ്ടും കുടിക്കും. അത് പിന്നെ അവിടെ ബാലൻസ് വെച്ചിട്ട് രാത്രി മൊത്തത്തിൽ അരിച്ചെടുത്തിട്ട് പിന്നെ ഉണ്ടാവില്ലല്ലോ, അതിൻ്റെ അംശം, ആ ജീരകത്തിൻ്റെ അംശം അങ്ങ് കളയും. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും ഇതിലേക്ക് നിങ്ങൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴുക്കോ ഒന്നും ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് ആരും രാവിലെ തന്നെ വെറും വയറിൽ ചെറുനാരങ്ങ ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് ഇതുപോലെ ഞാൻ ഒരുപാട് റെമഡി പരീക്ഷിച്ചല്ലോ, ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ച് ഞാൻ രാവിലെ കുടിച്ചിട്ട് എനിക്ക് അസിഡിറ്റി വന്നിട്ടുണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് അസിഡിറ്റി ഇല്ലാത്തവരാണ് കൂടെ അത് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് തോന്നുന്നു. എൻ്റെ ഇത് വെച്ചിട്ട് എനിക്കത് പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത് മാത്രം കുടിച്ചാൽ മതി. ഒരു 10 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ട, ഒരു 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കണം കേട്ടോ. ഇതിലല്ലേ കമൻറ്റ്സ് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ അമിതമായി കൊഴുപ്പുള്ള ഫുഡ് ഒഴിവാക്കുക ഈ ഒരു സമയത്ത്, എങ്കിലും നമുക്ക് ആ വെയിറ്റ് ലോസ് ഒന്ന് കാര്യത്തിൽ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.